നമസ്കാരം ഓൾ. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു തുള്ളി പോലും എണ്ണ കുടിക്കാത്ത ഒരു പൂരിയുടെ റെസിപ്പിയെക്കുറിച്ചാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ. അതിനായി ആദ്യം ഒരു പാത്രം എടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. അതേ അളവിൽ തന്നെ കുറച്ച് മൈദപ്പൊടിയും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. രണ്ട് പൊടിയും സാൾട്ടും എല്ലാം നന്നായി മിക്സ് ആവണം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ പൊടിയും പൂരിയുടെ പൊടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് കുറച്ച് ടൈറ്റായിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. അത് എണ്ണ കുടിക്കാതിരിക്കാൻ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഈ ഒരു ടൈറ്റിലാണ് ഞാൻ പൊടി കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കാം. പൊടി ടൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പൊടി മതി ഇതൊന്ന് പരത്തിയെടുക്കാൻ. ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് നമുക്ക് പരത്തിയെടുക്കാം. നമ്മളെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കത് കുക്ക് ചെയ്യാം. കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൊരു പാത്രം വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഓരോ പൂരിയായി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അത് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എണ്ണ ഒട്ടും തന്നെ കുടിക്കുന്നില്ല, നല്ല പോലെ പൊന്തിയും വരുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും എണ്ണ ഒട്ടും കുടിച്ചിട്ടില്ല. ടേസ്റ്റിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം മറക്കരുത് കേട്ടോ.